ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണ ഗുരുവായൂരപ്പ. നമുക്ക് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലേ, പലവിധ തടസ്സങ്ങൾ നേരിടുക ജീവിതത്തിൽ, ജീവിതമാർഗങ്ങളിൽ ഒക്കെ അനവധി തടസ്സങ്ങൾ നേരിടുന്ന ആളുകളുണ്ട് അല്ലേ. വിദ്യാഗുണത്തിലാണെങ്കിലും അല്ലേ, നല്ലതുപോലെ അങ്ങോട്ട് പരീക്ഷയ്ക്കൊക്കെ അങ്ങോട്ട് പഠിക്കും, എല്ലാം അങ്ങോട്ട് 100% അങ്ങോട്ട് തൃപ്തിയോടെ അങ്ങോട്ട് പഠിച്ച് പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു തടസ്സം, ആ പരീക്ഷ എഴുതാനോട് പറ്റാതിരിക്കുക. അതേമാതിരിക്ക് നമ്മുടെ ജോലിക്ക് അല്ലേ, എല്ലാം അങ്ങോട്ട് ശരിയാവും, ഇനി അപ്പോയിൻമെൻ്റ് ലെറ്റർ കൈ കിട്ടണ്ടോ, അവിടെ തടസ്സങ്ങൾ കാണിക്കുക. നമ്മുടെ ഗൃഹനിർമ്മാണത്തിനാണെങ്കിൽ അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടാവില്ലേ, ആ തടസ്സങ്ങൾ പല രീതിയിലാവാം. ശത്രുക്കളെ കൊണ്ടാവാം അല്ലേ, അഭിചാര കർമ്മങ്ങളെ കൊണ്ടാവാം, ജാതകവശാലാവാം, നിമിത്തങ്ങൾ കൊണ്ടാവാം, പല രീതിയിലാവാം തടസ്സങ്ങളെ. പല തടസ്സങ്ങൾ നേരിടുന്ന അനവധി ആളുകളുണ്ട് കേട്ടോ. എന്നാൽ ഈ തടസ്സങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി ഒരുപാട് പണം ചിലവാക്കുന്ന ആളുകളും ഉണ്ട് അല്ലേ. ആ ഒരു പൂജ ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു യന്ത്രം കെട്ടുക, ഇതൊന്നും തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ അതിൻ്റെയൊക്കെ ഒരു ഫലസിദ്ധി എന്ന് പറയുന്നത് ഒരു വളരെ ദീർഘമായി കിട്ടുന്നതാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല, അത് അനുഭവസ്ഥർ തന്നെ പറയണം. അപ്പോൾ ഞാൻ എന്തായാലും പറയുന്നത് ഇതിനെല്ലാം ദൈവിക ഭജനം, ദൈവിക നാമജപം അല്ലേ, ഇത് തന്നെയാണല്ലോ ഞാൻ എപ്പോഴും പറയാറുള്ളൂ. ദൈവത്തെ ഭജിക്കുക, ദൈവത്തെ നമ്മൾ സ്മരിക്കുക, ദൈവിക കാര്യങ്ങളിൽ മാത്രം മുഴുകി ജീവിക്കുക, ദൈവത്തിനെ അനുസരിച്ച് ജീവിക്കുക എന്നും കൂടിയുണ്ട് അല്ലേ. എന്താ അങ്ങനെയൊക്കെ പറയുന്നതെന്ന് തോന്നും അല്ലേ. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിങ്ങനെ, നമുക്ക് എന്തൊരു കാര്യത്തിന് പുറപ്പെടുമ്പോഴും, ഒരു പരീക്ഷ എഴുതാനായിക്കോട്ടെ, ഒരു ജോലിക്കായിക്കോട്ടെ, നമ്മുടെ ഒരു ദിനചര്യ ആരംഭിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങണം, ഒരു ദീർഘയാത്രയ്ക്കായിക്കോട്ടെ, ചെറിയ യാത്രയ്ക്കാണെങ്കിലും അല്ലേ. നമ്മളിപ്പോൾ ഇന്ന് എല്ലാവരും വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരാണ് അല്ലേ, വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. എല്ലാവരും മിക്ക ആൾക്കാരും വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ഒന്നല്ലെങ്കിൽ ഒന്ന് തരത്തിൽ നമ്മളാണെങ്കിൽ നമ്മളത് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഉപയോഗിക്കുന്നവരുടെ ഒപ്പം നമ്മൾ യാത്ര ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണ്. അനവധി സന്ദർഭങ്ങളുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ വിഘ്നങ്ങളില്ലാണ്ടിരിക്കുക, തടസ്സങ്ങളില്ലാണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു വരുമ്പോൾ തന്നെ മനസ്സിലാവും അതിനാരെയാണ് നമ്മൾ ഭജിക്കേണ്ടതെന്ന് അല്ലേ. വിനായകനെ തന്നെയാണ്, മഹാഗണപതിയെയാണ്, സംശയമൊന്നുമില്ല ആ കാര്യത്തിൽ. ഗണപതി ഭഗവാനെ സ്മരിച്ച്, ഭഗവാന്റെ ഒരു 4 നാമം ജപിച്ച് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയാൽ അതിൻ്റെ ഒരു സംരക്ഷണം, അതിൻ്റെ ഒരു കരുതൽ നമുക്ക് എന്തായാലും ഉണ്ടാവും കേട്ടോ. വിഘ്നങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കുക. നമ്മൾ പോകുന്ന കാര്യങ്ങൾ എന്തോ ആയിക്കോട്ടെ, എന്താണോ നമ്മുടെ മാർഗത്തിലുണ്ടാകേണ്ട കാര്യങ്ങൾ, ആ കാര്യങ്ങളൊന്നും തടസ്സങ്ങൾ കൂടാതെ നടന്നു കിട്ടുക. ഒരു തടസ്സങ്ങളും ഒരു വ്യക്തിയിൽ നിന്നും ഒരു കാര്യങ്ങൾ കൊണ്ടും ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. അതിനു വേണ്ടിയിട്ട് ജപിക്കേണ്ട ഒരു നാമജപത്തെക്കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത്. ഇത് നമ്മൾ വിളക്ക് കൊളുത്തി വെച്ച് ജപിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ എന്തൊരു കാര്യത്തിന് പുറപ്പെടുമ്പോഴും ആ പുറപ്പെടുന്നതിന് മുമ്പ് ഗണപതി ഭഗവാനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട്, ഭഗവാനെ എൻ്റെ ഈ മാർഗത്തിൽ അല്ലെങ്കിൽ ഈ കാര്യത്തിന് ഒരു തടസ്സങ്ങളും ഉണ്ടാകരുതേ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ച് ഒരു 3 പ്രാവശ്യം നിങ്ങൾ ജപിക്കേണ്ട ഒരു നാമജപത്തെക്കുറിച്ചാണ് എന്ന് പറയുന്നത്. വളരെ ശ്രേഷ്ഠമായൊരു നാമജപമാണ്, നമുക്കൊക്കെ അറിയുന്നൊരു നാമജപമാണ്. എത്ര പേരത് ജപിക്കുന്നുണ്ട് എന്നുള്ളത് ചോദിച്ചാൽ അതെനിക്ക് അത്ര അങ്ങോട്ട് അറിഞ്ഞുകൂടാ അല്ലേ. മിക്ക ആളുകളും ജപിക്കുന്നുണ്ടാവാം. ഇനി ജപിക്കാത്തവരുണ്ടെങ്കിൽ ആ ശക്തി, ആ നാമജപത്തിൻ്റെ ശക്തി എന്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ നിങ്ങളൊരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ ഈ നാമജപം ഗണപതി ഭഗവാനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് 100% ആത്മാർത്ഥമായി ആ ഭഗവാൻ നമ്മളുടെ എല്ലാവിധ മാർഗതടസ്സങ്ങളും മാറ്റിത്തരുമെന്ന് മനസ്സിൽ ഉറപ്പിച്ച് നിങ്ങൾ ഈ നാമജപം ഒരു 3 പ്രാവശ്യമെങ്കിലും ജപിക്കുക. അതിൻ്റെ ഫലസിദ്ധി, അതിൻ്റെ ഒരു ഐശ്വര്യം, അതിൻ്റെ ഒരു കരുതൽ എന്തായാലും നിങ്ങളുടെ ഒപ്പം ഉണ്ടാവേ, ഒരു സംശയമില്ല ആ കാര്യത്തിൽ. ഞാനിവിടെ ആ നാമജപം ജപിക്കുന്നുണ്ട്, നിങ്ങളും ഒപ്പം ഒന്ന് ഹൃദ്യസ്ഥമാക്കി. ഇത് ഹൃദ്യസ്ഥമാക്കാൻ അത്ര നീണ്ട ഒരു വരി നാമേ ഉള്ളൂ, ഒറ്റ വരി നാമം. ഒരു വരി നാമം കൊണ്ട് എല്ലാവിധ തടസ്സങ്ങളും മാറുമെങ്കിൽ പിന്നെ നമുക്ക് എന്താ ജപിക്കുന്നുണ്ടൊരു ബുദ്ധിമുട്ട്
ഞാൻ ആ നാമം ഇവിടെ ജപിക്കുന്നു, നിങ്ങളും എൻ്റെ കൂടെ അങ്ങോട്ട് ജപിച്ച് തുടങ്ങുക എന്നാണ് ഇതിനെനിക്ക് പറയാനുള്ളത്. ഗണപതി ഭഗവാനെ ഇങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ ആവാഹിച്ച് നമുക്ക് കണ്ണുകൾ ടച്ച്, അല്ലെങ്കിൽ നമ്മൾ പോകുന്ന മാർഗമധ്യേ നമ്മൾ ഭഗവാനെ 1 മിനിറ്റ് നമ്മൾ ഭഗവാനെ മനസ്സിലങ്ങ് ധ്യാനിച്ചിട്ട് നമുക്കൊരു 3 പ്രാവശ്യമാണ് ജപിക്കുക. ഓം വിഘ്നഹരായ നമഃ, ഓം വിഘ്നഹരായ നമഃ, ഓം വിഘ്നഹരായ നമഃ. ഇതൊന്ന് നിങ്ങൾ 3 പ്രാവശ്യം മനസ്സിൽ ജപിച്ചാലും മതി. മനസ്സിൽ ജപിച്ച് നിങ്ങൾ എന്ത് കാര്യത്തിനാണോ പുറപ്പെടുന്നത് ആ കാര്യത്തിലേക്ക് അങ്ങോട്ട് പുറപ്പെട്ടോളൂ. ഒരു തടസ്സങ്ങളും ഉണ്ടാവില്ല. ഒരു തടസ്സങ്ങൾക്കും നിങ്ങളെ തടഞ്ഞു നിർത്താൻ കഴിയില്ല. ആ കാര്യം, ആ മാർഗം, എന്താണെങ്കിലും അത് നടന്നു കിട്ടും. അതിലൊരു സംശയം വിചാരിക്കേണ്ട. ഗണപതി ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണ ഗുരുവായൂരപ്പ.